അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെളുത്തുള്ളിയുടെ ഹെൽത്ത് ബെനഫിറ്റ്സിനെ കുറിച്ചാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. കാലാകാലങ്ങളായി വെളുത്തുള്ളി നമ്മുടെയെല്ലാം അടുക്കളയിലെ സുപ്രധാന ചേരുവയാണ്. ഏതു കറി വിഭവം തയ്യാറാക്കാനായാലും ഇത് ചേർക്കുക പ്രധാനമായിരിക്കും. വിഭവത്തിന്റെ സ്വാദ് തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ഇതിന്റെ സവിശേഷ രുചി. എന്നാൽ രുചി മാത്രമല്ല, ആന്റിബാക്ടീരിയൽ, ആന്റിസെപ്റ്റിക് സ്വഭാവമുള്ളതിനാൽ ഇതിന് രോഗശാന്തി ഔഷധ ഗുണങ്ങളുമുണ്ട്. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലിസിൻ എന്ന സംയുക്തം ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നു. ഇത് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് രക്തം കട്ടപിടിക്കുന്നത് കുറയ്ക്കുകയും ത്രോംബോബോളിസം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചുമ, ജലദോഷം എന്നിവ മാറാൻ വെളുത്തുള്ളി കഴിക്കാം. ചെറിയ കുട്ടികളുടെ കഴുത്തിന്റെ ഭാഗത്ത് വെളുത്തുള്ളി അല്ലികൾ വയ്ക്കുന്നത് തൊണ്ടയിലെ അസ്വസ്ഥത ഒഴിവാക്കാൻ സഹായിക്കുന്നു. 200-ൽ പരം അമിനോ ആസിഡുകളാൽ സമ്പുഷ്ടമാണ് വെളുത്തുള്ളി. അല്ലിസിൻ എന്ന സംയുക്തമാണ് വെളുത്തുള്ളിക്കിത്രയധികം ഗുണങ്ങൾ നൽകുന്നത്. ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ് ഇത്. വിറ്റാമിൻ സി, കെ, ഫോളേറ്റ്, നിയാസിൻ, തയാമിൻ എന്നിവയും വെളുത്തുള്ളിയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ഇത്തരം പോഷകങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിലൂടെ ഇത് ഉള്ളിൽ ചെല്ലുന്നത് വഴി ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യഗുണങ്ങൾ ഏറെയാണ്. കൂടാതെ വിവിധതരം സൾഫർ സംയുക്തങ്ങളും എൻസൈമുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ആന്റിഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉള്ളതിനാൽ വെളുത്തുള്ളി തലച്ചോറിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഗുണം ചെയ്യുന്നതായി മാറും. അൽഷിമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങിയ ന്യൂറോ ഡിജനറേറ്റീവ് രോഗങ്ങൾക്കെതിരെ പോരാടാൻ ഇത് ഫലപ്രദമായി പ്രവർത്തിക്കും. തലച്ചോറിന് ഏകാഗ്രതയും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുന്നതിൽ ഇതിന് പ്രധാന പങ്കുണ്ട്. വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ദഹന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. ഇത് കുടലിന് ഗുണം ചെയ്യുകയും ശാരീരിക വീക്കം ഒരു പരിധിവരെ കുറയ്ക്കുകയും ചെയ്യുന്നു. വെളുത്തുള്ളി പാകം ചെയ്യാതെ അസംസ്കൃതമായി കഴിക്കുന്നത് കുടലിലെ വിരകളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ശരീരത്തിലെ മോശം ബാക്ടീരിയകളെ നശിപ്പിക്കുകയും കുടലിലെ നല്ല ബാക്ടീരിയകളെ സംരക്ഷിച്ചു നിർത്തുന്നതിനും ഇതിന് പ്രധാന പങ്കുണ്ട് എന്നതുമിതിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രമേഹമുള്ളവർ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എപ്പോഴും നിരീക്ഷിച്ചു നിലനിർത്തേണ്ടത് പ്രധാനമാണ്. വെളുത്തുള്ളി പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രണത്തിന് വെളുത്തുള്ളി ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ഡിഎൻഎയുടെ കേടുപാടുകൾ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. വെളുത്തുള്ളിയിലെ സിങ്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുള്ളതാണ്. വൈറ്റമിൻ സി അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്നു. ആന്റിമൈക്രോബയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ കണ്ണ്, ചെവി തുടങ്ങിയ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധകൾക്കെതിരെ ഇത് വളരെ ഗുണം ചെയ്യും. എന്നാൽ അധികമായാൽ അമൃതും വിഷമെന്നു പറയുന്നതുപോലെ വെളുത്തുള്ളിക്കും ചില പ്രശ്നങ്ങളുണ്ട്. വെളുത്തുള്ളിയും ചിലപ്പോഴെങ്കിലും ആരോഗ്യം നന്നാക്കുന്നതിനു പകരം ആരോഗ്യം കേടുവരുത്താറുമുണ്ട്. പ്രത്യേകിച്ചു പാകം ചെയ്യാത്ത പച്ച വെളുത്തുള്ളി. പച്ച വെളുത്തുള്ളി പലരും വെറും വയറ്റിലും മറ്റും കഴിക്കാറുണ്ട്. ഇത് പലതരം ആരോഗ്യപ്രശ്നങ്ങൾക്കുള്ള മരുന്നാണെങ്കിലും ചിലപ്പോഴെങ്കിലും ആരോഗ്യപ്രശ്നങ്ങൾ വരുത്താറുമുണ്ട്. ലിവറിനു പ്രശ്നം ഉള്ളവർക്കും ബി.പി കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വജൈനൽ അണുബാധ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും പരോക്ഷമായി വെളുത്തുള്ളി കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നു കരുതി ഇതിന്റെ ആരോഗ്യഗുണങ്ങൾ അവഗണിക്കാനാകുകയുമില്ല. ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും തടി കുറയ്ക്കാനും ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾക്കുമെല്ലാം നല്ലൊരു മരുന്നാണ് വെളുത്തുള്ളി. ഇത് തേനിലിട്ടും മറ്റും പല രൂപത്തിൽ കഴിക്കാം. ഓരോ രീതിയിൽ കഴിക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. എന്നാൽ വെളുത്തുള്ളി ഉഷ്ണകാലത്ത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഉത്തമം ശൈത്യകാലത്ത് കഴിക്കുന്നതാണ്. പല രോഗങ്ങൾക്കും പരിഹാരമായ മികച്ച ആന്റിഓക്സിഡന്റിനാൽ സമ്പുഷ്ടമാണ് വെളുത്തുള്ളി.
സർവ്വരോഗ വിനാശകാരി എന്ന് അറിയപ്പെടുന്ന വെളുത്തുള്ളിയുടെ ഗുണങ്ങളെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.